മരണക്കിടക്കയിലെ ഒരു തീരുമാനം കൊണ്ട് അല്ലെങ്കിൽ ആ അവസാന നിമിഷം കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. അവൻ മരണത്തിന് വേണ്ടി കാത്തു കിടക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവസാന നിമിഷം മരണം വെയിറ്റ് ചെയ്യുന്നു, ന്യായവിധി വെയിറ്റ് ചെയ്യുന്നു, നരകം അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ആ അവസാന നിമിഷത്തിൽ അവൻ അനുതപിച്ചു, അവൻ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ടു. മരണക്കിടക്കയിലെ ആ അനുതാപം അല്ലെങ്കിൽ ആ മാനസാന്തരം ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടുവാനായിട്ട് കാരണമായിട്ട് തീരും, അല്ലെങ്കിൽ രക്ഷയിലേക്ക് കൊണ്ടുവരും എന്ന് തെളിയിക്കപ്പെട്ട വേദപുസ്തകത്തിലെ ഒരേ ഒരു സംഭവമാണ് നമ്മളവിടെ കാണുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ നമ്മൾ ആ നിമിഷത്തെ, ആ ഒരു സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും എന്ന് തെളിയിക്കപ്പെട്ട ഒരേ ഒരു സംഭവം. പ്രിയ ദൈവമക്കളെ, നമ്മൾ അങ്ങനെ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടണമെന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ആ അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗിച്ചു കൊള്ളുക. നമ്മുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക. ഈ മനുഷ്യന് ഈ ഒരു അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മനുഷ്യനറിയാം കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ അവൻ മരിക്കാൻ പോവുകയാണ്, അവൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് ഏറ്റുപറയുവാൻ തയ്യാറായി. അതുകൊണ്ട് നമുക്ക് ഈ അവസാന നിമിഷത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. കാരണം ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്, അനുദപിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് എത്രയോ അവസരങ്ങൾ കിട്ടുന്നു, എത്രയോ മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നു, എത്രയോ ആരാധനകൾക്ക് നമ്മൾ പോകുന്നു. എന്നിട്ടും പലപ്പോഴും നമ്മൾ മാനസാന്തരപ്പെടാതെ നമ്മൾ കഴിയുന്നു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു രക്ഷ പ്രാപിക്കാനുള്ളൊരു അവസരമായിരിക്കാം ഇത്. അതുകൊണ്ട് ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക. ക്രിസ്തുവിലേക്ക് വരിക, മാനസാന്തരപ്പെടുക, പാപങ്ങളെ ഏറ്റുപറയുക, ക്രിസ്തുവിനായി ജീവിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.